പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദിവ്യകാരുണ്യമേ നവ്യസ്നേഹമേ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. ദിവ്യകാരുണ്യമേ നവ്യസ്നേഹമേ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. സ്നേഹമായി ശാന്തിയായി ആന്തരിക സൗഖ്യമായി ജീവനായി മോദമായി സ്നേഹജ്വാലയായി. സ്നേഹമായി ശാന്തിയായി ആന്തരിക സൗഖ്യമായി ജീവനായി
ദിവ്യകാരുണ്യമേ നവ്യസ്നേഹമേ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ ദിവ്യകാരുണ്യമേ നവ്യസ്നേഹമേ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം യാചിച്ചുകൊണ്ട് ബൃഹത്തായ ഒരു സംരംഭത്തിന് നമ്മളിന്ന് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അതീതമായിരുന്ന ഒരു കാര്യം നിർവഹിക്കുവാനായിട്ട് ദൈവ പരിപാലനയിൽ നമ്മളിന്ന് ആരംഭം കുറിക്കുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ വേലക്കാരുടെ അധ്വാനങ്ങളെല്ലാം വൃഥാവിലാകും, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പദ്ധതിയുടെ തുടക്കം മുതൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നാം വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇത് സമാരംഭിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ച ആ ദൈവിക ചൈതന്യം ഇത് പൂർത്തിയാക്കുവാനും ഇതിൻ്റെ ലക്ഷ്യം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും നമ്മോടൊത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്കിപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ യാചിക്കുകയും ചെയ്യാം. കർമ്മവും അവിടുത്തെ ദിവ്യാത്മാവിലൂടെ നമ്മുടെ വിശുദ്ധീകരണവും സാധിച്ചതെന്ന്. Happy birthday to you, dear Grace. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear Grace. Happy birthday to you. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഇതാദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ ഗാനാലപനത്തിൻ്റെയും വെടിമുഴക്കത്തിൻ്റെയും ഒക്കെ എല്ലാം ഇത് ഒരു തനതായ ഒരു അനുഭവമാണ്. നിങ്ങളുടെ ആ നല്ല മനസ്സിനും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കുമെല്ലാം ഞാൻ ആദ്യമായിട്ട് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇവിടെ പലപ്പോഴും പലരും പരാമർശിച്ച് കേട്ട് മിനിസ്റ്റർ തന്നെ പറഞ്ഞ ലത്തീൻ കത്തോലിക്കർ പിന്നോക്കരാണ്, അവർ സാമ്പത്തികമായിട്ടുള്ള ആ പരാധീനത അനുഭവിക്കുന്നവർ. ഇതൊക്കെ കണ്ടാൽ എങ്ങനെ പറയാൻ സാധിക്കും ലത്തീൻ കത്തോലിക്കർ പിന്നോക്കമാണെന്നും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെയല്ല. കൊള്ളാം, മറ്റ് സമൂഹങ്ങളെപ്പോലെ നമുക്ക് മുന്നേറണം, അവരുടെ രീതിയിൽ ആ മുഖ്യധാരയിലേക്ക് നമുക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു നമ്മുടെ സ്വപ്നത്തിന് ഇതൊക്കെയെല്ലാം ആക്കം കൂട്ടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിൽ ഞാനിത് അംഗീകരിക്കുന്നു. മറ്റു രീതിയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും
നമ്മുടെ പ്രിയങ്കരനായ പരേതനായ ആർച്ച് ബിഷപ്പ് ഡാനിയൽ ചാരുപറമ്പിനെ ഓർമ്മിച്ചു പോവുകയാണ്. ഈ സമുദായത്തിൻ്റെ വളർച്ചയിൽ ഇതിന് എല്ലാ സമുദായങ്ങളും പോലെ ഒരു നല്ലൊരു സമുദായമായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് വളരെയധികം ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ കല്ലറയ്ക്കൽ പിതാവ് വരുന്നതിന് മുമ്പുള്ള ഇടവേളയിൽ എന്തുകൊണ്ടോ ഈ ഭാരം മുഴുവനും എൻ്റെ ആ തലയിൽ വന്നു. അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല വാസ്തവത്തിൽ. നമുക്ക് KRLC BC ഉണ്ട്. അതിൻ്റെ ആ KRLC BCയിൽ മറ്റേ മുൻകൈയെടുത്ത് KRLCCക്ക് ഏതാണ്ട് 10 കൊല്ലം മുമ്പ് നമ്മൾ രൂപം കൊടുത്തു. പക്ഷെ ഇന്ന് ഈ KRLCC എന്താണെന്ന് നമ്മുടെ തന്നെ ലത്തീൻ കത്തോലിക്കരടക്കം പലരും മനസ്സിലാക്കിയിട്ടില്ല. ഒരുപാട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ ഉണ്ട്. എന്തിന് ഇങ്ങനെ ഒരു സംരംഭം? പലരും ചോദിക്കുന്നത് ഇതാണ്: ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എല്ലാവരും ഒന്നിപ്പിക്കാനായിട്ടാണ്. നിങ്ങളൊക്കെ എല്ലാം അത് വളരെ നല്ല ചില ധ്യാന ഗുരുക്കന്മാരൊക്കെ തന്നെ, പ്രഗത്ഭരായിട്ടുള്ള ചില വ്യക്തികൾ തന്നെ എന്നോട് നേരിട്ട് ചോദിച്ചില്ല, എല്ലാം ഒന്നിപ്പിക്കുവാനായി. നിങ്ങൾ റീത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ എല്ലാം ഓരോരോ ആൾക്കാരെ ഭിന്നിപ്പിച്ച് നിർത്തുന്നത് ശരിയാണോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാനും ചിലപ്പോഴങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു. എല്ലാവരെയും ഒന്നിപ്പിക്കുക, നമ്മളെല്ലാവരും ഒന്നായിരുന്നു. ഈ വിഭാഗീയ ചിന്താഗതികളൊക്കെ കളഞ്ഞ്, പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ ആ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതല്ല ഇന്ന് നടമാടുന്നത്. ഒന്നിപ്പിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വരുമ്പോഴെല്ലാവരും ഭിന്നിച്ച് അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുത്ത് പോകുന്നു. ഒരു കാലഘട്ടത്തിൽ ലത്തീൻ കത്തോലിക്കർ മാത്രമേ അവർക്കുണ്ടായിരുന്ന പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം അവർക്കുണ്ടായിരുന്ന ആ സംഘടനകളെല്ലാം പിരിച്ചുവിട്ടിട്ട് മുഖ്യധാരയിലേക്ക് വരാനായിട്ട് ലഭിച്ചു. ഒരു സംഘടനയും ലത്തീൻ കത്തോലിക്കരുടേത് ഇതുവരെ പ്രബലപ്പെടാത്തതിനൊരു കാര്യം നമ്മുടെ വിശാലമായിട്ടുള്ള ചിന്താഗതിയായിരുന്നു. നമ്മൾ വിശാലമായിട്ടുള്ളൊരു ചിന്താഗതി വെച്ച് മുന്നോട്ട് പോയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവരുടെ സമുദായത്തെയും അവരുടെ വിഭാഗത്തെയും പിടിച്ചു നിന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള വേദികളുണ്ട്. ലത്തീൻ സമുദായം ഇന്നും ഒരു പിന്നോക്ക സമുദായമായിട്ട് അവഗണിക്കപ്പെടും. തീർച്ചയായിട്ടും സഭയുടെ ഭാഗത്ത് നിന്ന് ഒരു വിഭാഗത്തെ മാത്രം വേർതിരിച്ച് കാണുന്നത് ശരിയല്ല. വിജാതീയനാകട്ടെ, യഹൂദനാകട്ടെ, സ്ത്രീയാകട്ടെ, പുരുഷന്മാരാകട്ടെ, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നിച്ചേരാനുള്ളവരാണ്. പക്ഷെ അതേസമയം തന്നെ എന്തിന് ഈ KRLCCക്ക് സഭ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഇതാണ്: ക്രിസ്തു എപ്പോഴും പാവങ്ങളുടെ പക്ഷം ചേരുന്നവനായിരുന്നു. പാവങ്ങളുടെ അസ്വസ്ഥതകൾ മനസ്സിലാക്കുന്നവരായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി ക്രിസ്തു എന്നും ശബ്ദം ഉയർത്തുന്നവരായിരുന്നു. അതുകൊണ്ട് മറ്റ് സമുദായങ്ങളെയൊന്നും യേശു വേർത്തില്ല. യേശു ഒരു സമുദായത്തെ അന്ന് തിരഞ്ഞെടുത്തപ്പോൾ അന്ന് എല്ലാവരും ഈ ഒരു പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു സമുദായം, ഒരു അഡ്രസ്സ് കൂടെ, ഒരു മേൽവിലാസമില്ലാത്ത ഒരു സമുദായത്തെയാണ് ദൈവം തന്നെ ആരംഭകാലത്തിൽ സ്വന്തം ജനതയായിട്ട് തിരഞ്ഞെടുത്ത ഇസ്രായേലിന് ഒരു മേൽവിലാസം ഇല്ലായിരുന്നു. ഉദ്ദേശവും ഇത് തന്നെ. കുറച്ചധികം അവശതകൾ, പിന്നോക്ക അവസ്ഥ അനുഭവിക്കുന്ന ആ സമൂഹം നമ്മൾ തന്നെയാണ് അത് തിരിച്ചറിഞ്ഞ് ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുന്നേറുവാനും ഇതുപോലെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന സമുദായങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെയും നമ്മിലേക്ക് ഉൾച്ചേർക്കുവാൻ, അങ്ങനെ സമുദായത്തിന് മുഖ്യധാരയിൽ വരുവാനുമുള്ള ആ ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ ആരെയും ഭിന്നിപ്പിക്കുകയില്ല. ഇപ്പോൾ സുറിയാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, നായന്മാരുണ്ട്, അവരെയൊക്കെ എല്ലാം നമ്മൾ വേർതിരിച്ച് കാണുകയില്ല. അവരുടെയും നന്മ തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മളും ശക്തി പ്രാപിച്ച് അവരും ശക്തി പ്രാപിച്ച് ഭാരതത്തിലെ ജനത എന്ന നിലയിൽ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ സഭയുടെ ആ അംഗങ്ങൾ എന്ന നിലയിൽ ഒന്നിച്ച് വളരണം. ഏതെങ്കിലും രീതിയിലുള്ള വെറുപ്പോ വിദ്വേഷമോ മറ്റേതെങ്കിലും സമുദായത്തിന് വച്ചു പുലർത്തുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശക്തി പ്രാപിച്ച് മറ്റുള്ളവരെയും ശക്തി പ്രാപിക്കുവാനും പുരോഗമിക്കുവാനും സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പിതാവ് വന്നതിന് ശേഷം ഈ ലത്തീൻ കത്തോലിക്കരെ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് രഹസ്യ സംഭാഷണങ്ങളോട് എന്തൊക്കെയല്ല നേടിയെടുക്കുന്നു, പിടിക്കുന്നു.
ഓരോരോ മീറ്റിങ്ങുകൾ KRLCസിൻ്റെ സമ്മേളനങ്ങളൊക്കെ വരുമ്പോഴേ എൻ്റെ ഇൻ്റർവെൻഷനും കൊണ്ട് നിങ്ങളെയൊക്കെ എല്ലാം ഞാൻ വഴിതെറ്റിക്കുന്നു എന്നുള്ള രീതിയിലുള്ള എനിക്ക് രാഷ്ട്രീയം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരും നോക്കല്ല മറ്റുള്ളവരും നോക്കി ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വരുന്നു. ആ സന്ദർഭത്തിൽ വളരെയധികം അറ്റാക്കുകളാണ് കിട്ടുന്നത്. തെറി പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ തന്നെ ചിലപ്പോഴും കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ വാസ്തവത്തിൽ എന്തോ അപരാധം കാണിച്ചിട്ടുള്ളതായി ഒരു പ്രസംഗമാണ് വാസ്തവത്തിൽ. അത് ചില മാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു. പക്ഷെ കുറിച്ച് വായിക്കുന്നതാണ് എൻ്റെ പ്രസംഗം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. ഞാൻ എന്നെക്കുറിച്ച് എതിരായിട്ട് പറയുന്ന എല്ലാവരെയും ഞാൻ പലപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു മറ്റുമൊക്കെല്ലാം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? പലവരും അവിടെ എഴുതി, ദേശാഭിമാനിയിൽ എഴുതി, അവിടെ എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല വാസ്തവത്തിൽ. അങ്ങനെ ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അവർക്ക് എപ്പോഴും ഉള്ളത് നമ്മൾ അവിടെ കൊണ്ട് നിൽക്കണം. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് അത്രയും ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെ ഒരു വോട്ടിങ് ചെയ്യാത്ത മനുഷ്യനാണ്. ഇന്ന് ഇതുവരെ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. എനിക്ക് അവരുമായിട്ട് ഒരു ഹിഡൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു ആനുകൂല്യം പോലും ഞാൻ എൻ്റെ രൂപതയ്ക്കോ മറ്റൊക്കെ ഇതുവരെ നേടിയെടുത്തില്ല. ഒന്ന് പറ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഈ എന്നെ വിമർശിക്കുന്നവർ. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാം പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് വന്നപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ വഴിതെറ്റിക്കില്ലല്ലോ എന്നുള്ളതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഒരു ദുരുദ്ദേശങ്ങളുമില്ല. തീർച്ചയായിട്ടും സത്യത്തിന് വേണ്ടി, പ്രത്യേകിച്ചും ഈ ഈശ്വര വിശ്വാസത്തിന് വേണ്ടി, ഈശ്വര അനുഭവത്തിന് വേണ്ടി, പാവങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഒരു നയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളെടുക്കുന്ന കാലാകാലങ്ങൾക്കായി നയങ്ങളിൽ വൈകല്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു പോക്കെ നമ്മളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് ധാരാളം പേരെ നമ്മൾ അനുമോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് ശ്രീ വിജയൻ തോമസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, PV ജോൺ, ഫാദർ ആറ്റുള്ളിൽ, ശ്രീ ആൻ്റണി ബിജ്, ജെ ടോമി, ശ്രീ സേവ്യർ രാജു, ഫ്രാൻസിസ് ഷെൽസി, ജാക്സൺ അറാട്ടുളം കൂടെ. വാസ്തവത്തിൽ എനിക്കിവരെല്ലാം അറിയില്ല. വാസ്തവത്തിൽ ഞാൻ പലരെയും ഇന്നാണ് കാണുന്നത്. സമൂഹത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ലത്തീൻ കത്തോലിക്കരാണ് ഇവർ. ലത്തീൻ കത്തോലിക്കരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി വളരെയധികം സംഭാവന ചെയ്യാൻ സാധ്യതയുള്ളവരും ആഗ്രഹമുള്ളവരുമാണ്. അനർഹമായിട്ടുള്ള ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഓരോ സമുദായത്തിലുമുള്ളവർ അവരുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട്, വളർത്തുന്നതിനായിട്ട് എത്രമാത്രം പരിശ്രമിക്കുക. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഉപവി ആദ്യം സ്വന്തം ഭവനത്തിൽ തന്നെ തുടങ്ങണം. ഇവർ സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ട് ഇവർ ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് ബാധ്യസ്ഥരാണ് ഒതുവത്. പക്ഷെ അറിയില്ലായിരുന്നു. നമ്മൾ ഒരിക്കലും അവരുടെയൊക്കെ എല്ലാം സഹായം അപേക്ഷിച്ചോ അവരുടെ ഒരു അഭിപ്രായം ചോദിച്ചോ ഇതുവരെ നമ്മൾ ആരും സമീപിച്ചിരുന്നില്ല. ഇതിപ്പോഴും നല്ലൊരു വേദിയാണ്. ഇങ്ങനെ KRLCC വന്നതിന് ശേഷം ഇപ്പോൾ KLCയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊക്കെ വിളിച്ചുകൂട്ടി അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരുന്നു. ഇന്നറിയാം നമുക്കൊരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ നമ്മുടെ ഇടയിലും പ്രഗത്ഭന്മാരുണ്ടാകും, വളരും എന്നുള്ള രീതിയിൽ നമുക്കിന്നറിയാൻ സാധിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചതിൽ. നമ്മുടെ ഈ സഹോദരങ്ങളെല്ലാം ഞാൻ ഹാർദവമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ശ്രീ ജോർജ് ജോസഫിനെ കുറിച്ച് ഒരു വാക്ക് അറിയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹമാണ് ഇവിടെ നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾക്കെല്ലാം കാരണം. ഫ്രാൻസിസ് സേവ്യർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഒരു കേന്ദ്ര കാര്യാലയം ഉണ്ടാക്കാനായിട്ട് ഒരു പദ്ധതിയിട്ട് ഡാനിയൽ പിതാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു. വാസ്തവത്തിൽ ഒരു കേന്ദ്ര കാര്യാലയമില്ലാതെ, ചില സംവിധാനങ്ങളില്ലാതെ, കമ്മീഷൻസ് ഇല്ലാതെ നമ്മൾക്ക് ലത്തീൻ കത്തോലിക്കരെ വളർത്താനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ലളിതമായിട്ടുള്ള രീതിയിലെങ്കിലും ഒരു കാര്യാലയം നമുക്കുണ്ടാകണം. ആദ്യം സെമിനാരിയെ കേന്ദ്രീകരിച്ച്, നമുക്ക് പൊതുവായിട്ട് എന്നുള്ള സ്ഥലം സെമിനാരി മാത്രമാണ്. സെമിനാരിയെ കേന്ദ്രീകരിച്ച് അതിൻ്റെ അകത്ത് തന്നെ ആരംഭിക്കാമെന്നൊക്കെ, പക്ഷേ അത് ചില വൈഷമ്യങ്ങൾക്ക്, അതുകൊണ്ട് സെമിനാരിയുടെ അടുത്തുള്ള ഇവിടെ തന്നെ ആദ്യം ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഇവിടെ ഒരു കെട്ടിട സമുച്ചയം പകർന്നു ഞങ്ങളുടെ കയ്യിൽ 1-2 കൊല്ലം പരിശ്രമിച്ച് ആകെപ്പാടെ ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചത് വെറും 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ മംഗലപ്പുഴയുടെ തൊട്ട് താഴെയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ആദ്യം ഈ കേന്ദ്രാലയം പണിയാനായിട്ട് ഞങ്ങൾ പ്ലാനൊക്കെ വരച്ചു. ഏതാണ്ട് തുടക്കം കുറിക്കുന്ന രീതിയിലായി. പക്ഷേ സാമ്പത്തിക പരാതി നിമിത്തം മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് തോന്നി. അപ്പോൾ ഒരു തീരുമാനമെടുത്ത് ആ സ്ഥലം മുഴുവനും വിറ്റ് കളയുക, കുറച്ച് കോടികൾ കിട്ടുമല്ലോ.
നമുക്ക് സെമിനാരിയുടെ അനുബന്ധിച്ച് ഇവിടെ കുറച്ച് ഏക്കറുകളുണ്ടല്ലോ, അവിടെ നിന്ന് 1-2 ഏക്കർ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പണമൊക്കെ എല്ലാം കൊണ്ട് ഒരു നിലയെങ്കിലും കെട്ടാമെന്നുള്ള രീതിയിൽ ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. പലരെയും സമീപിച്ച് പലരും പല വിലകളൊക്കെ പറഞ്ഞു, കുറച്ച് കോടികൾ കിട്ടുമായിരുന്നു. അവസാനം വന്നിട്ട് നമ്മുടെ സ്റ്റീഫൻ കൊളക്കയത്തിലച്ചനും പഹസച്ചനും ഇവരെയൊക്കെ എല്ലാം ചെന്ന് ഡോക്ടർ ജോർജ് ജോസഫിനെ കണ്ട് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം ഒന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്രയും വില കൊടുത്ത് അത് മേടിച്ചിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സ്ഥാപനം പണിയാമായിരുന്നു. ഇവിടെ തന്നെ അദ്ദേഹത്തിന് വരേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ബോംബെയിൽ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നതാണ്, കുറച്ചൊക്കെ കണ്ടതാണ്. അവിടെ ആവശ്യത്തിലധികം പദ്ധതികൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ അദ്ദേഹം ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയപ്പോൾ സാധാരണ ബിസിനസ് ആരും ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് നല്ലൊരു സ്ഥലമാണ്, ഇവിടെ നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയൊക്കെ പണിയുകയാണെങ്കിൽ നിങ്ങളിത് വിൽക്കണ്ട, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാനവിടെ പണിതിട്ട് അതിൽ ഒരു നിശ്ചിത ഭാഗം നിങ്ങൾക്ക് ഞാൻ തരാനുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാം ഞാൻ ചെയ്യാമെന്നുള്ള രീതിയിലേക്കെല്ലാം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്യുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവം ആവശ്യത്തിനധികം പണം തന്നിട്ടുണ്ട്, പണമല്ല എൻ്റേത്, എൻ്റെ സമുദായത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ തന്നെ ഒരു പബ്ലിക് സ്കൂൾ നടത്തുന്നു, വളരെ പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു പണവുമില്ലാതെ അത് ചെയ്യുന്നതിലൂടെ എന്തോ ഒരു സന്തോഷം അദ്ദേഹം അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞു വരുന്നത്. അപ്പോൾ എൻ്റെ സമുദായത്തിന് വേണ്ടിയാണല്ലോ, എൻ്റെ സമുദായത്തിന് വേണ്ടി ദൈവം ഇതൊക്കെയല്ലേ എനിക്ക് തന്നു, അതിൻ്റെ ഒരു ഭാഗം എനിക്ക് അതിനു വേണ്ടി അർപ്പിക്കാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും ബിസിനസ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ കോൺട്രാക്റ്റൊക്കെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ മറ്റാരുടെയും കൂടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കില്ല. ഇത്രയധികം കോടികളും വേണം ഉണ്ടാക്കി ഇത്ര നല്ല സംവിധാനങ്ങളിൽ ഒരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ആരും വിചാരിച്ചാൽ ഈ അവസ്ഥയിൽ ഇന്ന് സാധിക്കില്ല. കാലക്രമത്തിൽ പല വിധത്തിലൂടെ നമ്മൾ തന്നെ പിരിവുകളെടുത്തും മറ്റു മാർഗങ്ങളിലൂടെയും ഈ കടം വീട്ടുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടാകും. പക്ഷേ നമ്മൾ ഒരു വിധത്തിലും ഉപദ്രവിക്കാത്ത രീതിയിൽ, നമുക്കൊരു വിധത്തിലും ബാധ്യത ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നമ്മൾ അനുവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും സാധിക്കില്ല. മുന്നോട്ട് പോകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും പല അരിഷ്ടതകളും പാളിച്ചകളും ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പക്ഷെ അദ്ദേഹം എല്ലാം സ്വീകരിക്കുവാനും തന്നെ അതിനെ മുഴുവനായിട്ടും ഈ സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്കായിട്ട് വളർച്ചയ്ക്കായിട്ട് സമർപ്പിക്കുവാനും കാരണം ദൈവം നമുക്ക് എന്തെങ്കിലും വിഭവങ്ങൾ തരുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള, ഈ പങ്കുവയ്ക്കൽ തുടങ്ങേണ്ടത് നമ്മളെ തന്നെ വീട്ടിലായിരിക്കണം. അതാണ് ഞാൻ പറയും, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ലത്തീൻ സമുദായത്തിലൊരു അംഗമെന്ന നിലയിൽ ലത്തീൻ സമുദായം ഇത്രയധികം അവശതകൾ അനുഭവിക്കുന്ന അവസരത്തിൽ ആ സമുദായത്തെ കൈപിടിച്ചുയർത്തുവാനായിട്ട് ഒരു പദ്ധതി വരുന്ന അവസരത്തിൽ എന്നാലാവുന്ന രീതിയിൽ ഞാനിതിൽ ഇൻവോൾവ് ചെയ്യുമെന്നുള്ള ആ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ ഇന്ന് ഇതൊക്കെ ഒന്നും എനിക്ക് കുറച്ചൊക്കെ തൂർത്തും ആരംഭാടംബപരമായിട്ടൊക്കെ തോന്നിപ്പോയി വാസ്തവത്തിൽ ഇത് കണ്ടപ്പോൾ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് ഈ സമൂഹത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ആ സന്നദ്ധത വിളിച്ചറിയിക്കുന്നതാണിത്. നമുക്ക് പലരും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം, പക്ഷേ ഈ സന്നദ്ധത നമുക്ക് അംഗീകരിക്കാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. ഡോക്ടർ ജോർജ് ജോസഫ് മാത്രമല്ല, ഈ സമൂഹത്തിൽ നമ്മുടെ സമുദായം പിന്നോക്കമൊന്നുമല്ല, സാമ്പത്തികമായിട്ട് മോശമല്ല. വളരെയധികം രക്ഷപ്രഭുക്കളെ എനിക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ബോംബെയിൽ ചെയ്യുന്ന അവസരത്തിൽ വേറെയും പലരെ കാണാൻ സാധിച്ചു. അവരെയും നമ്മൾ സമീപിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നല്ല മനുഷ്യരാണ് വാസ്തവത്തിൽ, എന്തും ചെയ്യാൻ അവരും ഇതിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്. പക്ഷെ അത് KRLCC ഉണ്ടായി ഇതുപോലെ ഇത് നല്ലൊരു മാതൃകയാണ്. നമ്മുടെ സ്ഥലമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഡോക്ടർ ജോർജ് ജോസഫ് നല്ലൊരു മാതൃകയാണ്. അദ്ദേഹത്തെ പോലെ ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട്, പുരോഗതിക്കായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഈ ലത്തീൻ കത്തോലിക്കരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് നമുക്ക് നാളെ മറ്റുള്ളവർക്ക്, മറ്റ് സമുദായങ്ങൾക്ക്, രാഷ്ട്രത്തിനും തന്നെ വലിയ വലിയ സംഭാവനകൾ നൽകുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കും. ഞാനെൻ്റെ വാക്കുകളെ ഇനിയും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വളരെ സന്തോഷമുണ്ട്. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മുടെ സെക്രട്ടറി അച്ഛനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിരുദങ്ങൾ സമ്പാദിച്ച് ലിംക ബുക്ക് ഓഫ് വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ സന്ധ്യാവേളയിൽ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ നന്ദി പറയുന്നു. ഏതൊരു ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം എന്നാണല്ലോ അങ്ങയുടെ ദിവ്യപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഭവനത്തിലും ഇതിലെല്ലാ നിവാസികൾക്കും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന സമാധാനവും ശാന്തിയും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ഈ സമാധാനത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും ഈ കുടുംബത്തെ നിലനിർത്തണമേ. ദൈവമേ, ദീർഘകാലമായി ഈ കുടുംബത്തെ അങ്ങ് നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
ഇന്ന് പ്രത്യേകിച്ചും അങ്ങ് ഈ കുടുംബത്തിൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാവിധ അനുഗ്രഹ ആശ്വസികൾക്കും വേണ്ടി അങ്ങേക്ക് നന്ദി പറയുവാനായിട്ടാണ് പ്രധാനമായിട്ടും കുടുംബത്തെ സംബന്ധിച്ചിരിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ തിരുനാളിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ ആ കൃപയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അങ്ങയുടെ കൃപാകടാക്ഷത്തെ നന്ദിയോടുകൂടി എല്ലാവരുടെയും മുമ്പിൽ പ്രഖ്യാപിക്കുവാനായിട്ട് ഈ കുടുംബം ആഗ്രഹിക്കുകയാണല്ലോ. നല്ല ദൈവമേ, ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് വർഷിച്ച എല്ലാ കൃപാദാനങ്ങൾക്കും ഞങ്ങളും ഈ കുടുംബത്തോടൊപ്പം അങ്ങേക്ക് നന്ദി പറയുന്നു. വളരെയധികം ഉദാര മനോഭാവത്തോടുകൂടി അങ്ങ് നൽകിയ ആ ദാനങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഒരു നല്ല മനസ്സ് ഈ കുടുംബനായകനായ ജോർജ് ജോസഫിനും അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും മക്കൾക്കുമെല്ലാം അങ്ങ് നൽകിയല്ലോ. ധാരാളം കാര്യങ്ങൾ അങ്ങയുടെ സഭയ്ക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങയുടെ മഹത്വം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ സമർപ്പിക്കുകയാണ് അദ്ദേഹം. അങ്ങ് നൽകിയതെല്ലാം ദാനങ്ങളാണെന്ന് തിരിച്ചറിവോടുകൂടി ആ ദാനങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രം സൂക്ഷിക്കാനുള്ളതല്ല, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ ആ ദാനങ്ങളിൽ വഴിയോടെ അങ്ങ് സംലബ്ധമാകുന്ന സന്തോഷവും സമാധാനവും കരകതമാകുകയുള്ളൂ എന്ന അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കുടുംബവും. നല്ല ദൈവമേ, സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് അജപാലനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ ശുശ്രൂഷയ്ക്കുമായിട്ട് ഈ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള സേവനങ്ങളെ അങ്ങോട്ട് പാർക്കണമേ. തുടർന്നും ഇതും ഇതിനപ്പുറവും ചെയ്യുവാനുള്ള നല്ല മനസ്സും പ്രചോദനവും അങ്ങയുടെ സമർത്ഥമായിട്ടുള്ള ദാനങ്ങൾ വീണ്ടും അവരുടെ മേൽ വർഷിച്ച് ഈ കുടുംബത്തെ അങ്ങ് വഴി നടത്തണമേ. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞ് അങ്ങയുടെ പക്കലേക്ക് വന്ന് ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഓർക്കുന്നു. അവരാഗ്രഹിക്കുന്ന അവർക്കെല്ലാം അർഹമായിട്ടുള്ള നിത്യശാന്തി നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് ജീവിക്കുന്നവരായ എല്ലാവരെയും അങ്ങയുടെ സമാധാനത്തിലും സന്തോഷത്തിലും നല്ല ആരോഗ്യവും നൽകി അവരെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായിട്ട് ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ആ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന നല്ല ദൈവമേ, പുതിയ തലമുറ പല രീതിയിലും അങ്ങയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഈ അവസരത്തിൽ അങ്ങയുടെ ആ സ്നേഹം മാതാപിതാക്കളിലൂടെയും മുതിർന്നവരിലൂടെയും മനസ്സിലാക്കി നല്ല ക്രൈസ്തവരായിട്ട് ക്രിസ്തു സാക്ഷികളായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ടവരായിട്ട് വളർന്നു വരുവാനുള്ള കൃപ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭവനത്തിലെ കുഞ്ഞു മക്കൾക്ക് നൽകണമേ. മാതാപിതാക്കൾക്ക് മുതിർന്നവരും കാണിക്കുന്ന ആ നല്ല ക്രിസ്തീയ മാതൃക, ആ ഔദാര്യ മനോഭാവം, ആ ദൈവഭക്തി ഇതെല്ലാം അനുകരിച്ച് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി വളരുവാനുള്ള കൃപ അവർക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ സ്വർഗീയ മാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങയുടെ പ്രത്യേക മാധ്യസ്ഥമാണല്ലോ ഞങ്ങളെയൊക്കെ എല്ലാം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഞങ്ങളെയും മക്കളായിട്ട് സ്നേഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും, ഞങ്ങളുടെ എല്ലാ പ്രാരാബ്ധങ്ങളിലും, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിലും അമ്മേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും യേശുവിൻ്റെ പാതയിലൂടെ അങ്ങ് നടന്നു പോയതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള കൃപാവരം യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് സമർത്ഥമായിട്ട് സ്ഥാപിച്ചു തരുന്നേ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് കർത്താവിനെ നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ സ്വർഗീയ മാതാവിൻ്റെ സഹായം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പിതാവ്
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ഭവനത്തെയും ഇതിലെല്ലാം അണയൂ വേഗമണയൂ സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. അണയൂ വേഗമണയൂ സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നമ്മളോടുകൂടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാമം പൂജിതമാകണമേ, എൻ്റെ രാജ്യം വരണമേ, എൻ്റെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുകളോട് പോലെ ഞങ്ങളുടെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിനും ഭക്തിയിലും വളരുന്നതിനും തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധകൻ വിശുദ്ധ യോസേഫിൻ്റെ തിരുനാൾ ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ ദയാപൂർവം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ വിശുദ്ധൻ്റെ സ്മൃതങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റുമാരെയും മറ്റ് പ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ഇടവകയെയും ഈ പ്രദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന പള്ളി മാറ്റു പള്ളി മാറ്റു അങ്ങോട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടും കൂടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ ബലി
ഈ സന്ധ്യാവേളയിൽ നിങ്ങളോടൊപ്പം സമർപ്പിക്കുവാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങളോടൊപ്പം വന്ന് വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുവാനും ഈ ബലിയിൽ പങ്കുചേരുവാനും ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. എനിക്ക് ലഭിച്ച ഒരു വലിയ ബഹുമതിയും ആനുകൂല്യവുമായിട്ട് ഞാൻ കരുതുകയാണ്. വിശുദ്ധ ഔസേപ്പിൻ്റെ തിരുനാളിന് നാം കൊടിയേറ്റിക്കൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് തുടക്കം കുറിക്കുകയാണല്ലോ. ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥത്തിലൂടെ നിങ്ങൾ ഓരോരുത്തർക്കും സമർത്ഥമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് ഈ ബലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഞാനിവിടെ വരാനുള്ള കാരണം ഈ തിരുനാളിൻ്റെ പ്രസിദ്ധേന്തിയായ പ്രിയപ്പെട്ട ജോർജ് ജോസഫുമായിട്ട് ഉള്ള ഞങ്ങളുടെ അടുപ്പവും ബന്ധവുമാണ്. അദ്ദേഹത്തോട് വളരെയധികം കടപ്പാട് എനിക്ക് കേരള സഭയ്ക്കുണ്ട്. ആ കടപ്പാടാണ് ഇന്നിവിടെ വരുവാനായിട്ട് എന്നെ പ്രധാനമായിട്ടും പ്രേരിപ്പിച്ചത്. ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുന്ന, ദൈവസ്തുതിക്കായിട്ട് ദൈവമഹത്വത്തിനായിട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ധാരാളം പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ അധിപനാണ് അദ്ദേഹം. വിശുദ്ധ ഔസേപ്പിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുന്ന ആ പ്രക്രിയയിൽ തന്നാലാവുന്ന സേവനങ്ങൾ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള കടപ്പാണ് ഞങ്ങളിൽ പലരെയും ഇന്നിവിടെ ആകർഷിച്ചിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം സമർത്ഥമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുടെ മേലും അദ്ദേഹം സമാരംഭിച്ച എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും വർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ളിൽ നിന്നും ഞങ്ങളെപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, അങ്ങയോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധരുടെ മഹത്വവും ആനന്ദവുമായ ദൈവം അവരുടെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന നിങ്ങളെ നിരന്തരം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മധ്യസ്ഥതയാൽ നിങ്ങൾ എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ദൈവത്തിനും മനുഷ്യർക്കും സേവനം ചെയ്യുന്നതിന് അവരുടെ ജീവിത മാതൃകയാൽ പ്രചോദിതരാവുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗനിവാസികളായ വിശുദ്ധരുടെ സൗഭാഗ്യത്തിൽ പുളകിതരാകുന്ന സഭാമാതാവിൻ്റെ വത്സര മക്കളായ നിങ്ങളും യഥാകാലം നിത്യാനന്ദം അനുഭവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് സ്തുതി. ഓർമ്മ വെച്ച് നാൾ മുതൽ പോസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതൽ
മാനസത്തിൻ്റെ ഭാഗ്യമേ, കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ, ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. ജോർജ് ഞാൻ പരിചയപ്പെട്ടിട്ട് അധികം വർഷങ്ങളൊന്നുമായില്ല. എൻ്റെ ചുരുങ്ങിയ കാലത്തെ അനുഭവത്തിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നന്മ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. സാധ്യമായിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്ക് നൽകി എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് സർവപ്രധാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എപ്പോഴും നന്മയുടെ ഉറവിടം ദൈവമാണല്ലോ. ദൈവം തന്നെ നിരവധിയായിട്ടുള്ള ദാനങ്ങൾക്ക് അദ്ദേഹം ദൈവത്തോട് നന്ദിയുള്ളവരാണ്. ദൈവം നൽകുന്ന ആ അനുഭവം, നന്മയുടെ അനുഭവം തന്നിൽ തന്നെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുവാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും രസിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആ നന്മയുടെ പ്രതിഫലനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സേവനങ്ങൾ. ജീവിതത്തിൽ കുറേയേറെ പുരോഗമിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എൻ്റെ കുടുംബത്തിലെ എളിയൊരു തുടക്കമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അപ്പനും കുടുംബവുമെല്ലാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു. എല്ലാം ദൈവസേവനത്തിനായിട്ട്, സഭാ ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളുടെ സമയവും കഴിവുകളും കാഴ്ചവെച്ച ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ദൈവത്തോട് ദൈവം നിരന്തരം പ്രാർത്ഥിച്ചിരിക്കും, വഴി നടത്തണമേ എന്ന്. ദൈവം അദ്ദേഹത്തെ ഇന്നും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളുടെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത്. സഭയോടും സമൂഹത്തോടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം പുലർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ദൈവം നൽകുന്ന വെളിച്ചത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഈ നല്ല ദിവസത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അതിനെയൊക്കെ എല്ലാം സന്തോഷം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്ന് ധാരാളം പേര് പ്രസംഗിക്കാനൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഈ നല്ല മനുഷ്യന് ദൈവത്തിൻ്റെ ആ പരിപാലനത്തിന് തന്നെ ഏൽപ്പിച്ച് ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് തുടർന്നും ദൈവം നന്മകൾ വർഷിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. തൻ്റെ ആ സ്നേഹത്തിൽ അദ്ദേഹത്തെ പരിപാലിക്കട്ടെ എന്നുകൂടി ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സപ്തതിയുടെ സ്നേഹനിർഭരമായിട്ടുള്ള മംഗളങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹാശിസുകളും അദ്ദേഹത്തിന് ഞാൻ നേരുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ കുടുംബത്തെയും ഇതിലെല്ലാ നിവാസികളെയും ഇതിലെ കടന്നു പോകുന്ന സകലരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അണയൂ വേഗമണയൂ സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. അണയൂ വേഗമണയൂ സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം. ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാനു സ്തുതി പാടിടാം. ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാനു സ്തുതി പാടിടാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം. ബലിയേ